അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അൽക്കോബാറിലാണ് ഉള്ളത്, സൗദിയിൽ. അങ്ങനെ ഒരു ഫാമിലിയിലൂടെ കൊണ്ടാക്കാൻ വന്നതാണ്. ചെറിയ ചെറിയ ട്രിപ്പെല്ലാം അടിക്കുന്നുണ്ട് സൗദിയിലേക്ക്. കുറേ ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ കൊണ്ടാക്കുകയെല്ലാം ചെയ്യും, അതായത് ഉണ്ടെങ്കിൽ വിളിക്കാം. പിന്നെ അങ്ങനെ നമ്മളെ ഫാമിലീൻ്റെ ഒരു വീട്ടിൽ താമസിച്ചു. രാത്രി തന്നെ പോകണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ ലേറ്റ് ആയിന് ഇടി എത്തുമ്പോൾ 11 മണിയായിന്. പിന്നെ രാവിലെ പോകാമെന്ന് വിചാരിച്ച്, രാവിലെ ഇപ്പോൾ വീണ്ടും ലേറ്റായി. അങ്ങനെ അൽക്കോബാറിൽ ഒരു ടൗണിലാണ് ഉള്ളത്. ടൗണിൻ്റെ പേരൊന്നും അറിയില്ല. അതിന് നേരെ ഖത്തറിലേക്ക് പോയെന്ന് ഏകദേശം 300 എത്രയാവളി ഒന്ന് നോക്കട്ടെ, ലൊക്കേഷനിൽ നോക്കട്ടെ. 300 ചില കിലോമീറ്റർ ഉണ്ട് ബോർഡറിലേക്ക്. അന്നേരം ഇവിടുന്ന് മല്ലനെ ഇങ്ങനെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ പോകേണ്ട പരിപാടിയാണ്. നല്ല ചൂടുണ്ട്, സമയം 8 മണിയായി. അന്നേരം അങ്ങോട്ട് പോകാം. ഇവിടുന്ന് 247 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 247. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് വലിയ ചൂടറിയുന്നില്ല. നമ്മൾ ഈ വണ്ടി എടുത്തിട്ടാണ് ഞാൻ വന്നിട്ട് കേട്ടോ. നമ്മളെ റഫായിട്ട് നാടെ യൂസ് ചെയ്യുന്ന വണ്ടി, വേറെ വണ്ടി ഇല്ല. ഫ്രണ്ടിൻ്റെ വണ്ടി എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് വന്നത് നമ്മളെ ഒരു വിശ്വാസമല്ലേ, വണ്ടി ഏതായാലും പ്രശ്നമില്ല, വണ്ടി എത്തും എന്നുള്ളൊരു വിശ്വാസം. അതാണ് എനിക്ക് ഈ വണ്ടിയിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഈ വണ്ടി എടുത്തിട്ടാണ് വന്നിട്ട്. കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാഹ് ഇടിയെത്തിന്. പിന്നെ എന്തായാലും തിരിച്ച് അങ്ങോട്ട് പോന്ന്. അന്നേരം പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടിട്ട് അങ്ങനെ പോകാം. അപ്പോൾ സൗദീൻ്റെ സിമ്മൊന്നുമില്ല, പിന്നെ ഓഫ്ലൈൻ മാപ്പ് വെച്ചിട്ട് ഇങ്ങനെ പോക്കാന്ന്. 245 കിലോമീറ്റർ ബോർഡറിലേക്ക്. ബോർഡറിൽ നിന്ന് പിന്നെയും നമുക്ക് ഒരു 80 കിലോമീറ്റർ റൂമിൻ്റെ അടുത്തേക്കുണ്ട്. സൗദി സിമ്മെല്ലാം ഉണ്ടെങ്കിൽ അടിപൊളിയാ. നോക്കാം, പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ബീച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. അനക്ക് പിന്നെ കൂടുതൽ സ്ഥലങ്ങളൊന്നും അങ്ങനെ അറിയില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. ഈ കട്ടിങ് പോകാൻ പറ്റുമോ? ഇവരെ കട്ടിങ് ഒന്നും തിരിയുന്നില്ല കേട്ടാ. അന്ന് ഇരുട്ടിയൊന്നും കട്ടിങ് ഇല്ലല്ലോ. ഖത്തറിന് എങ്ങനെ വണ്ടി ഓടിക്കുന്ന ആളായാലും ഈടെ ഒരു പേടി കേട്ടോ വണ്ടി ഓടിക്കാൻ. ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തോ ഒരിത്. അപ്പോൾ ടൗണിൽ നിന്നല്ല ഇങ്ങ് പുറത്തേക്ക് എത്തിയേട്ടാ. ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡറിനേക്ക്. അന്നേരം ബോർഡറിനേക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു ബീച്ച് കാണുന്നുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ കണ്ടിന്. ഹാഫ് മൂൺ ബീച്ച്, അതൊരു നല്ല ബീച്ചാണെന്ന് തോന്നുന്നു. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറാം. നമ്മൾ വരുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് ഞാൻ ഫുഡ് വാങ്ങിച്ച് കയറിയത് പാകിസ്ഥാനി ഹോട്ടലിലായി പോയി. അന്നേരം ഞാനൊന്നും ചെയ്തിട്ട് നോക്കിയിട്ടില്ല. പൊറോട്ടയും ചന മസാലയും വാങ്ങിച്ച് പോകുന്ന വഴിക്ക് നമുക്ക് ഹാഫ് മൂൺ ബീച്ചിലിരുന്നിട്ട് ഫുഡും കഴിച്ചിട്ട് അങ്ങനെ പോകാം. അപ്പോൾ ഇതാണ് സൗദിയിലെ ഹാഫ് മൂൺ ബീച്ച്. ഇവിടെ ഒരു പഴയൊരു പള്ളിയുണ്ട് ബീച്ചിൽ. ഈ സമയമായതുകൊണ്ട് ഒരു മനുഷ്യന്മാരില്ല, വൈകുന്നേരമേ വരും. പഴയൊരു ബീച്ചാന്ന് തോന്നുന്നു. ഈ ഇരിക്കുന്ന സാധനമെല്ലാം കാണുമ്പോൾ പഴയതുപോലെ തോന്നുന്നുണ്ട്. അവിടെ കണ്ട ആടാ ഒരു ഡിസൈനിലെ നല്ല ഉണ്ട് കേട്ടോ ബീച്ച്. ബീച്ചിലേക്ക് വണ്ടിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ച് ആളുണ്ട് എന്തോ മീൻ പിടിക്കുന്നത്. ഈ ബീച്ച് കുറേ അങ്ങത്തോളം ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ ഉണ്ട്. അന്നേരം ഇടന്ന് ഇറങ്ങി ജസ്റ്റ് നോക്കിയതാണ്. വണ്ടി പോയതല്ല, ഇത് നേരത്തേതാണ്. മറ്റേ വണ്ടി വന്നിട്ട് ഇത് നേരത്തേതാന്ന് തോന്നുന്നു. ആഴം കുറവാണ് കേട്ടോ. അങ്ങ് ആടത്തം വരെ കളർ വ്യത്യാസം കാണുന്നുണ്ട്. അന്നേരം ആടത്തം വരെ ആഴം കുറവാണ്. ആടെ അങ്ങോട്ടാന്ന് കുറച്ച് ആഴം തോന്നുന്നു. നല്ലുണ്ട്, സൈലൻ്റ് ആയിട്ടുള്ള ബീച്ച്. തരിയൊന്നുമില്ല. അതെ, നമുക്ക് അങ്ങനെ ഇരുട്ടിയാണ് പോകേണ്ടത്. നേരെ സൈഡിലോട്ട് പോവാം. അങ്ങനെ കുറേ അങ്ങോട്ടെത്തുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ജസ്റ്റ് ബീച്ചിൻ്റെ എൻട്രൻസിലൊന്ന് കയറി നോക്കിയതാണ് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സൽവായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനക്കിപ്പോൾ ശരിക്കും അപ്പുറത്തെ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകണം. പോകാനുള്ള കട്ടിങ് കിട്ടുന്നില്ല. ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ടായതുകൊണ്ട് അങ്ങനെ വരുന്നതാണെങ്കിൽ ഈസി കട്ടിങ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അവിടെയുള്ള ബീച്ച്, അവിടെ നല്ല സ്ഥലമുണ്ട്. പക്ഷേ
പക്ഷേ ആടത്തേക്കുള്ള കട്ടിങ് ഇപ്പൊ കിട്ടണം. ഫ്രണ്ടിലോട്ട് ഉണ്ടാകാൻ നോക്കാം. ഇവിടെ ഒരു കട്ടിങ് കിട്ടിയിട്ടുണ്ട്. ഇതേട്ടൊക്കെ റോഡ് പോകുന്നതൊന്നും അറിയുന്നില്ല, വെച്ച് പോക്കന്നെ. ബീച്ച് സൈഡിലേക്ക് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഖത്തറിലെ മറ്റേ സീ ലൈനിൽ പോകുന്ന ഒരു ഫീലിംഗ് ആയിട്ടുണ്ട്. ഞാൻ കുറേ ഇങ്ങോട്ട് വന്ന് കേട്ടതാ. ഓക്കെ, എവിടെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ എങ്കിൽ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സീ ലൈനിൽ അല്ല ഇൻലാൻഡിൽ പോകുന്ന പോലെ ആയിപ്പോയി. കാരണം അതിൻ്റെ മുകളിലെല്ലാം കയറേണ്ടേക്ക് കാറ്റയക്കേണ്ടി വരും. കാറ്റയച്ച് കഴിഞ്ഞാൽ പണിയാണ്. കാരണം പണി കിട്ടും. ഈ സ്ഥലത്തോട്ട് പ്രശ്നമില്ല, ആടെ കയറേണ്ടേക്ക് കാറ്റയക്കേണ്ടി വരും. അങ്ങനെ ഒരു റിസ്കിന് നമ്മൾ എടുക്കണം. ഇങ്ങനെ സൗദിയിൽ വന്നിട്ട് ഇതിലൂടെ പോയി നോക്കാം, അടുത്തം വരെ എത്തുന്നു നോക്കാം. അടിപൊളി ബീച്ച്, ഒരു മനുഷ്യനില്ല. ഹാഫ് മൂൺ ബീച്ച് എന്ന് വെറുതെ അല്ല പറഞ്ഞു. കാരണം ഇതൊരു കേരി കിടക്കുന്നതാണ് കേട്ടോ. ഇത് ഒരു നമ്മളെ ഖത്തറെല്ലാം പോലെ ഒരു ഉള്ളിലേക്ക് കേരി കിടക്കുന്ന ഒരു ബീച്ചാണ്. അതുകൊണ്ടാണ് തിരയും കുറവ്. ഈ ഭാഗത്ത് കുറച്ച് തിര കാണുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട്. എനിക്കൊന്ന് വൈകുന്നേരമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതൊക്കെ അപ്പുറം നല്ല നമ്മളെ സീ ലൈൻ ബീച്ചിൽ പോയ മാതിരി നല്ല കയറാൻ അങ്ങോട്ടോളം ഉണ്ട് കേട്ടോ. പോകാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനില്ല. ഒരു ജിന്നിനെങ്കിലും കിട്ടിയില്ലെങ്കിൽ വർത്താനം പറഞ്ഞിരിക്കാനും. ഏതായാലും ഫുഡെല്ലാം വാങ്ങിച്ചതല്ലേ, ഫുഡും കഴിച്ചിട്ട് പോവാം. ഇവിടെ ഇരുന്നിട്ട് നല്ല ബീച്ചിലെ കാറ്റം കൊണ്ട്. അപ്പൊ നല്ല കാലാവസ്ഥയാണ്, വലിയ കാറ്റ് ഇതൊന്നുമില്ല. അങ്ങ് ആടെ ആരോ ഉണ്ട് തോന്നുന്നു മീൻ പിടിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോവാം. ബീച്ചിന്റെ സൗണ്ട് ആയതുകൊണ്ട്, വെള്ളത്തിന്റെ സൗണ്ട് ആയതുകൊണ്ട് ഒന്ന് കേൾക്കുന്നുണ്ടാവും അറിയില്ല പറയുന്നത്. ഒരു കേസ് തന്നിന് പിരിക്കാൻ വേണ്ടി. കേസ് വെച്ചിട്ട് കാര്യമുണ്ടോ? അടച്ചവനെ വെള്ളം ഇടവെക്കാം. ഒരു പേട വെക്കാം. അതാ അത് പോയി, അത് പോയി. ഒരു പേട വെക്കാം. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളക്കടല അല്ല, ഒരു പൊറോട്ട മതിയാണ്. ഇത് വലിയതാണല്ല എന്റെ റബ്ബേ, വലിയ പൊറോട്ട കേട്ടാ. ഇത് എപ്പം ഞാൻ കഴിച്ചു തീർക്കാനാ? കുഴപ്പമില്ല, എടുക്കട്ടെ. അല്ല പുഴിയല്ല എന്നാ, പൊറോട്ടയിൽ പുഴിയെല്ലാണുണ്ട്. ഇതിൽ തന്നെ വെച്ചിട്ട് കറി മുക്കിട്ട് കഴിക്കാം. ഇത് പാകിസ്ഥാനിയൊക്കെ തിന്നാൻ കഴിയും. ടേസ്റ്റഡാ നമ്മൾ. നെയ്യ് കൂടുതലാണ്, രസമുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് ഏതായാലും പോയെന്ന്. കുബൂസ് ബാക്കിയുണ്ട്. എൻ്റെ അമ്മ ഇത്ര വലുതാണെങ്കിൽ ഒരു കുബൂസ് വെച്ചാൽ അതിന്. ഇത് വലുതായിപ്പോയി. എടുക്കട്ടെ. നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വൈകുന്നേരം ഇവിടെ ആൾക്കാർ നല്ല ഉണ്ടാകലുണ്ടോ. വെള്ളം വണ്ടീൻ്റെ ബാക്കിൽ വെക്കാം. അപ്പോൾ ബീച്ചിൽ നിന്ന് നമ്മൾ ബൈ ബൈ പറയുന്നു. നേരെ അങ്ങോട്ട് പോവാ.
സമയമുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരിലുണ്ടെങ്കിൽ ഇഷ്ടംപോലെ അങ്ങോട്ടെല്ലാം പോയി ഒന്ന് കറങ്ങി പിടിച്ചിട്ടെല്ലാം വരെയായിരുന്നു. ഇത് ഞാൻ ഒറ്റക്കായതുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും പോകണ്ട. അകത്തോടെ ആഴം കുറവാണ് കേട്ടോ. നല്ല കുളിക്കാനെല്ലാം പറ്റിയ ഖത്തറിലെല്ലാം ഉള്ളത് ഏകദേശം ഒരു ബീച്ച് പോലെ തന്നെ. പക്ഷെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോതിൻ്റെ വെറൈറ്റി. തണുപ്പിലെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടാവും കേട്ടോ ഇവിടെ ടെൻ്റ് അടിക്കാനല്ലോ ഉറപ്പായിട്ടും. കണ്ടമാനം കച്ചറി അത് ഇതെല്ലാം ഉണ്ട്. കച്ചറ ഡബ്ബെല്ലാം വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് കാര്യം, ഇതിലോട്ട് പോവാം ആ റോഡിലേക്ക്. അപ്പം നമ്മൾ മെയിൻ റോഡിനെത്തി. ഇത് നേരെ പോയാൽ സൽവ ബോർഡറിലേക്കാണ് കേട്ടോ. ഒരേ റോഡ്. ഇനി ഇവിടുന്ന് സൽവ ബോർഡറിലേക്ക് 180 കിലോമീറ്റർ ഉണ്ട്. നേരെ വിടാം. ഇപ്പം മരുഭൂമി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഫുള്ള് പച്ചപ്പായി, ഫുള്ള് നല്ല കാട് പിടിച്ചിട്ട് പച്ച കളറായി. മരുഭൂമിയൊന്നും കാണാനില്ല. ഞാനപ്പോൾ ദമാമെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം കുറച്ച് കിലോമീറ്റർ ഓടി ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ ഒരു പമ്പ് എത്തി കേട്ടാ. ഒരു ബീച്ചിൻ്റെ സൈഡ് കൂട്ട് വരുമ്പോൾ നമ്മൾ സൽവാർ റോഡിലേക്ക് പോകുമ്പോൾ ദമാമെന്ന് ഇങ്ങനെ ബഹ്റൈനിൽ നിന്ന് ദമാമെന്ന് വന്നിട്ട് സൽവാർ റോഡിലേക്ക് ഇതിലൂട്ട് ഇങ്ങനെ പോകേണ്ടത്. അതായത് ഇവിടെ ഒരു പമ്പ് എത്തി. ഈ പമ്പ് കഴിഞ്ഞാൽ പിന്നെ ബോർഡറിൽ പമ്പോ എന്തെങ്കിലും ചായക്കട എന്തെങ്കിലും വെള്ളം കുടിക്കണ്ടെങ്കിലേ ഉള്ളൂ കേട്ടാ. വേറൊരു സ്ഥലത്തില്ല. ഇനി 175 കിലോമീറ്റർ ഉണ്ട് ബോർഡറിലേക്ക്. അന്നേരം നമ്മൾ ബോർഡറിൽ നിന്ന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഖത്തറിൽ നിന്നെല്ലാം നമ്മൾ ബഹ്റൈനിൽ ദമാമ് പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലില്ലേ, ബോർഡറിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ടില്ലെങ്കിൽ 172 കിലോമീറ്റർ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പെട്രോൾ പമ്പോ ഒന്നും കിട്ടൂല. ബോർഡർ കഴിഞ്ഞാൽ, ഖത്തർ ബോർഡർ കഴിഞ്ഞാൽ. അന്നേരം ആരെങ്കിലും വണ്ടിയെല്ലാം കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ബൈക്കായിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം ഈടി എത്തണം പെട്രോൾ പമ്പ്. പിന്നെ അതൊരു വലിയ ഇതാണ് കേട്ടാ. അതിൻ്റെ ഇടയ്ക്കേലും പെട്രോൾ പമ്പ് ഇനി വരുമായിരിക്കും അല്ലാവലോ. പക്ഷേ എങ്കിൽ നമ്മൾ അറിയാത്ത കുറേ ആൾക്കാർ അപ്പുറത്തെ പമ്പിൽ നിന്ന് അടിക്കാമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 172 കിലോമീറ്റർ പമ്പില്ല. ഇവിടെ എത്തുമ്പോൾ പമ്പ് കിട്ടാം കേട്ടോ. അങ്ങനെല്ലാം വരുന്നവർ യു ടേൺ അടിച്ച് വന്നിട്ടാണ് കിടന്ന് പെട്രോൾ അടിക്കുന്നത്. അന്നേരം അതാണ് സംഭവം. ഇനി എനിക്ക് ബോർഡറിലേക്ക് 172 176 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനി എനിക്ക് ബോർഡറിൽ എത്തിയാലേ എന്തെങ്കിലും ഒരു പമ്പോ എന്തെങ്കിലും ഒന്നും കിട്ടും. ഇനി അതൊരു ഫൈലാണ്. എന്താ ചെയ്യുക? അന്നേരം അങ്ങനെ വരുന്നവർ നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നതല്ല, നാട്ടിൽ നിന്ന് നമ്മളെ ഖത്തറിൽ നിന്ന് അങ്ങനെ ബോർഡറിൽ നിന്ന് വരുന്നവർ ഈരൂടെ പോകുന്നുണ്ടെങ്കിൽ പെട്രോളെല്ലാം ഫുള്ളാക്കിയിട്ട് വന്നോ. അറിയുന്നവർക്ക് അറിയായിരിക്കും, അറിയാത്തവർ വെട്ടിൻ്റെ പണി കിട്ടും. കാരണം വേഗം പെട്രോൾ കഴിഞ്ഞ വണ്ടിയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പകുതിക്ക് നിന്ന് കഴിഞ്ഞാൽ ആര് തരാനാണ് പെട്രോള്. ഓക്കെ, ഇനി എനിക്ക് 150 കിലോമീറ്റർ നേരെ സൽവ ബോർഡർ. ഫൈനലി അങ്ങനെ നമ്മള് ബോർഡറിനെത്താനായി. ഇതാണ് ബ്രിഡ്ജ്. ഇടുന്ന റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ ഉഫൂഫ് അൽ അസ. റോഡ് ബ്ലോക്ക് ആക്കിയില്ല. റോഡ് ബ്ലോക്ക് ആക്കിയത് എനക്ക് വന്ന് പുഴിയായിട്ടാ, അല്ലെങ്കിൽ പണിയെടുക്കുന്നുണ്ടായിരിക്കും. അപ്പുറത്തോട്ടി ബോർഡറിനോട്ടിയും റോഡുണ്ട് കേട്ടോ, പത്താ ബോർഡറിലേക്ക്. അതുകൊണ്ടായിരിക്കും റോഡ് ബ്ലോക്കാക്കിയത്. മുന്നിൽ ഈ വണ്ടി പോകുമ്പോൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ മറ്റേ പഴയ നമ്മളെ ഒരു ഡ്രൈവറും വണ്ടിയും മാത്രമായിട്ടുള്ള സിനിമയില്ല, ഇംഗ്ലീഷ് സിനിമ. എന്നാണ് ഇപ്പം പേര്, അതിനെ പോലെ തോന്നുന്നല്ല. അതാ എന്നെ കയറ്റി വിടുന്നുണ്ട്. അല്ലാ, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ട്രാക്ക് ചെയ്യും. ആ ബേക്കാളും ആ സിനിമയിലെ വണ്ടീനെ പോലെ തോന്നുന്നു. അപ്പോൾ സൗദി ബോർഡർ ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞ്
സൗദിയിലേക്ക് പുതിയ വിസ എടുത്തിട്ട് പോകുന്നവർ നേരെ ആ ബോർഡറിലേക്ക് പോകാൻ പാടില്ല. അവിടെ പോയിട്ട് ഫിംഗറും കണ്ണെല്ലാം കൊടുത്തിട്ടേ പോകാൻ പാടുള്ളൂ. ആദ്യമായിട്ട് വരുന്നവർ നേരെ അവിടെ പോയിട്ട് ലൈൻ നിന്നിട്ട് വെറുതെ വീണ്ടും പോകാനാക്കണ്ട. ആ കൗണ്ടർ കണ്ട അവിടെ പോയിട്ട് ഫിംഗറും കണ്ണെല്ലാം കൊടുക്കണം. അതിനുശേഷമേ ആ മെയിൻ ലൈനിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, പുതിയ ആൾക്കാർ വരുമ്പോൾ നേരെ അത് കുറേ ആൾക്കാർ അങ്ങനെ തെറ്റ് ചെയ്യുന്നുണ്ട്, നേരെ അവിടെ പോകുന്നുണ്ട്. അന്നേരം നമ്മൾ സൗദി എക്സിറ്റ് ആയെന്ന്. അപ്പോൾ സമയം 1 മണിയായി. 1 മണിയാകുമ്പോൾ ഖത്തറിലെത്തി, ബോർഡറെല്ലാം കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ നേരെ റൂമിലേക്ക് പോക്കാണ്. ഫുഡൊന്നും കഴിച്ചില്ല.